സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ഭരണത്തിൽ ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത് എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണുള്ളത്. ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയാണ് കൂരിയയുടെ അധ്യക്ഷൻ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ പാലക്കാപ്പിള്ളി പുതുവ സംഘം പാംബ്ലാനിയെ ഒന്നും അറിയിക്കുന്നില്ലെന്നാണ് പാംബ്ലാനി തന്നെ പല വൈദികരോടും വിശ്വാസികളോടും പറയുന്നത്. എന്ന് വെച്ചാൽ അധ്യക്ഷനേക്കാൾ വലിയ അംഗങ്ങളുള്ള ഒരു സംവിധാനമായി അതിരൂപത കൂരിയ മാറിക്കഴിഞ്ഞു എന്നർത്ഥം. ബസിലിക്കയിൽ നിരന്തരമായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ബിഷപ്പ് ഹൗസിലെ കൂരിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പറയപ്പെടുന്നത്. പിണറായി സർക്കാരിന്റെ പോലീസ് വെറും മത പോലീസായി മാറുകയാണ്. കൂരിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് പോലീസ് അനുസരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ക്രമസമാധാന പാലനം നടത്താനോ അത് പാലിക്കണമെന്ന് തെറിയൻ ഞാളിയൻ എന്ന വൈദികനോട് പറയാനോ പോലീസിനാവുന്നില്ല. ഈ സംഭവങ്ങളൊന്നും കൂരിയ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അറിയുന്നില്ല. ഞാനൊന്നും അറിഞ്ഞില്ലെന്നാണ് പാംബ്ലാനിയെ വിളിച്ച് സംസാരിക്കുന്ന ഇടവക അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം. ആർച്ച് ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിനും മുകളിലാണ് പാലക്ക പുതുവ സംഘമെങ്കിൽ ഇനി ചർച്ചകൾക്ക് എന്ത് പ്രസക്തി? സിനഡിന് എന്ത് പ്രസക്തി? ഈ സാഹചര്യത്തിൽ പുതുക്കിയ വൈദിക സമിതിക്കും പ്രസക്തിയൊന്നുമില്ല. വൈദിക സമിതിയിൽ ചർച്ചകൾ നടത്തി എന്നൊരു രേഖ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. മെത്രാൻ സമിതിക്ക് വത്തിക്കാനിലേക്ക് എഴുതി അറിയിക്കാൻ ഒരു റിപ്പോർട്ട് ലഭിക്കുമെന്നതൊഴിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് കരുതേണ്ടതില്ല. ബിഷപ്പുമാർക്കിടയിൽ തന്നെ കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. സഭയോടോ സമൂഹത്തോടോ വിശ്വാസികളോടോ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെയാണ് ബിഷപ്പുമാരുടെ ഇടപെടലുകൾ നടക്കുന്നത്. അതിരൂപതയിലെ അധികാരഘടനയ്ക്ക് തന്നെ വ്യക്തതയില്ല. പിന്നെ എന്തിന് വൈദിക സമിതി കൂടി ചർച്ചകൾ നടത്തണം? ഇതുവരെ നടത്തിയ ചർച്ചകളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കട്ടെ, എന്നിട്ടാവാം ബാക്കി ചർച്ചകൾ. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ബസിലിക്കയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചകളെല്ലാം നിർത്തിവെക്കണം. ഈ സംഭവങ്ങളെല്ലാം ക്രിമിനൽ കൂരിയയുടെ ആസൂത്രണമായിരുന്നു. ബിജു ഇലവത്തുങ്കൽ എന്ന കൽതായ ഗുണ്ട പറഞ്ഞത് ബിഷപ്പ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ്. അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. വൈദിക സമിതി അടക്കമുള്ള സകല കൂടിച്ചേരലുകളും അവസാനിപ്പിക്കണം. എല്ലാത്തരം ചർച്ചകളും അവസാനിപ്പിക്കണം. ക്രിമിനൽ കൂരിയയെ മാറ്റാതെ സന്ധി സംഭാഷണം പോലും നടത്താൻ പാടില്ല. പാംബ്ലാനിയും തട്ടിലും രണ്ടല്ല, ഒന്നാണ്. പുതുവയുടെ കൂരിയ ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവർ മാറാതെ ചർച്ചകൾക്ക് എന്തു പ്രസക്തി?